അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് റീൽസിലൊക്കെ ഓവർ ഹൈപ്പും അതേപോലെ തന്നെ സ്ഥിരമായിട്ട് മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ്. നീ പറയുന്ന സ്ഥലമാണെങ്കിൽ ഓവർ ഹൈപ്പ് മാത്രമല്ല, ഹൈജീന് തീരെ പോരാ. അപ്പോൾ നമുക്കത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പോട്ട്. ഇവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ ക്യൂ നിന്നാൽ മാത്രമേ പറ്റൂ. അമ്മാതിരി തിരക്കാണ്. ഈ ക്യൂ നിൽക്കുന്നതിനകത്ത് 90% ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലെ ഹൈപ്പ് കണ്ട് മാത്രം വന്ന മലയാളികളാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ ഹൈജീൻ എന്ന് പറയുന്ന സാധനം 7 അയലത്ത് കൂടെ പോലും പോകാത്തൊരു കട. ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചു കാലം പൂട്ടിയിട്ടിരുന്ന കടയാണ്. പിന്നീട് വീണ്ടും അവർ ഓപ്പൺ ചെയ്തു. തൊട്ടപ്പുറത്ത് തന്നെ ഇവരുടെ ഒരു പുതിയ കടയും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതേപോലെ തന്നെയാണ് ക്യൂ വരുന്നത്. പിന്നെ ഉള്ള കാര്യം ഉള്ള പോലെ പറയണത്, ചില കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിന് ഉള്ളിൽ ഈ ഡൈനിങ് ഏരിയയിലൊക്കെ ഉള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയിട്ടിരിപ്പുണ്ട്. അത് ഇവിടെയും പുതിയ കടയിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിലും കൊടുക്കുന്ന കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള ഹൈജീനും ഇപ്പോഴും ഈ ഒരു കടയിലില്ല. ഇനി പ്രൈസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് മൊത്തം. ചിക്കനിലൊക്കെ ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല. ഫുഡിന് ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതൊക്കെയാണെങ്കിലും റീൽസ് കണ്ട് ഇങ്ങോട്ട് വരുന്ന മലയാളികളുടെ എണ്ണത്തിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ഇവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ.